എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഐഷ ബിന എന്നാണ്. ദ ലൈഫ് ഓഫ് മാംഗ്രോ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ഞാൻ മെയിൻ ക്യാരക്ടർ അഥവാ അഞ്ചു എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ ഐഷ അതിൽ അഭിനയിക്കുന്നത് ക്യാൻസർ പേഷ്യൻ്റായിട്ടാണ്. ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ശരിക്കും റിയൽ ലൈഫിൽ ഞാൻ ഫേസ് ചെയ്യുന്നത് ഒരു ക്യാൻസർ പേഷ്യൻ്റായിട്ടാണ് ഞാൻ ഉള്ളത്. അപ്പോൾ എൻ്റെ പേര് ജീന എന്നാണ്. ഞാനിതിൽ എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ എനിക്കൊരു കേക്കിൻ്റെ സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഞാൻ ക്യാൻസർ സർവൈവ് ചെയ്തതിന് ശേഷം ഇട്ടൊരു സ്റ്റോളാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു ഇത് എന്നെക്കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ചെറിയൊരു റോളേ ഉള്ളൂ, എന്നാലും ഞാനതൊരു പോസിറ്റീവായിട്ട് എടുക്കുന്നു. കാരണം നമ്മൾ ക്യാൻസർ അതുപോലെ എത്രയോ അസുഖങ്ങളുണ്ട്, പക്ഷെ അത് നമ്മൾ അങ്ങനെ കെയർ ചെയ്യുന്നില്ല എന്ന് പറയാം ഞാനിപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഇതിലും എന്നേക്കാളും കുഞ്ഞ് കുട്ടികൾക്ക് വരെ ഈ ക്യാൻസർ വരുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ വേദനകളും കാര്യങ്ങളും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ അത്രയും കുഞ്ഞു മക്കൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കിത് ഇങ്ങനത്തെ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാനേ പറ്റില്ല. ക്യാൻസർ എന്ന് വെച്ചാൽ വേദനയാണ് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ കുട്ടികളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്കതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റണ പോലുമില്ല. അപ്പോൾ നമുക്കൊന്നും അത് ഒന്നുമല്ല എന്ന് തന്നെ തോന്നാം. അപ്പം എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. എന്നെക്കൊണ്ട് അങ്ങനെ ബാക്കിയുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് ലൈഫിൽ കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആണല്ലോ. അങ്ങനെ താങ്ക് യു. പിന്നെ ചേച്ചി സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഇൻസ്പിറേഷനാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ? ഞാനിങ്ങനെ എൻ്റെ സ്റ്റോളിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പലരെയും കാണും. കാരണം കണ്ടമാനം പേഷ്യൻസ് വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ക്യാൻസർ രോഗികൾ തന്നെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ വന്ന് നിൽക്കുമ്പോൾ അതെനിക്കൊരു സന്തോഷമാണ്. കാരണം ഒരുവിധം എല്ലാവരും എന്ന് പറഞ്ഞ പോലെ സംസാരിച്ചേ പോകുള്ളൂ എൻ്റെ അടുത്ത്. അപ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്. കാരണം ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയായിരുന്നു എൻ്റെ ഒരു സ്റ്റോള് ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പേഷ്യൻസ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും എന്നെ കാണാൻ വേണ്ടി വരും. ഡോക്ടർ പറഞ്ഞ് പേഷ്യൻ്റ് ഇയാളാണോ എന്ന് ചോദിച്ചിട്ട് വരും. അപ്പോൾ അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കുറേ സംസാരിക്കും. അപ്പോൾ അവരെന്നെ ചോദിക്കും, എനിക്ക് ഇങ്ങനെ ചിരിച്ച് കളിച്ച് വർത്താനം പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ പറയും, നമ്മൾ അങ്ങനെ ഇരുന്നാലേ നമ്മുടെ കുറേയൊക്കെ അസുഖങ്ങൾ മാറി കിട്ടുള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ലൈഫ് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഹാപ്പി ആയിട്ടിരിക്കാൻ എപ്പോഴും ശ്രമിക്കും. പിന്നെ ഞങ്ങളുടെ ഈ മൂവി എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല രീതിക്കുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ മൂവി തരുന്നുണ്ടാവുക. പിന്നെ ഫുൾ പോസിറ്റീവ് തിങ്കിങ് ആണ് നമ്മൾ ഈ മൂവിയിൽ ഉള്ളത്. മൂവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ബാക്കിയുള്ളവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൊടുക്കുക. അത് ഈ മൂവിയിലൂടെ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം എൻ്റെ ലൈഫിലായാലും നമ്മളിങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്തതല്ല, അത് സംഭവിച്ചു. നമുക്കത് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. ലൈഫ് ഓഫ് മാംഗ്രോ എന്നുള്ള സിനിമ അതിൻ്റെ ട്രെയിലറിൻ്റെ റിലീസായിരുന്നു. അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു. വളരെ മനോഹരമായിട്ടിരിക്കുന്നുണ്ട്. ഒരുപാട് സിനിമ കാണണമെന്ന് നമുക്ക് തോന്നുന്ന ഒരുപാട് ഷോർട്ട്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ആ സിനിമ പറയുന്നത് ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് എൻ്റെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ക്യാൻസർ പോലെയുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ട് തകർന്നു പോകുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാ രോഗികളും അങ്ങനെയാണ്, മാനസികമായിട്ട് തകർന്നു. എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ എന്നതുകൊണ്ട് ആ അനുഭവം എനിക്ക് നല്ലോണം അറിയാം.
അപ്പോൾ മാനസികമായിട്ട് തകർന്നു പോകുന്ന രോഗം ഒരു ശിക്ഷയൊന്നുമില്ലല്ലോ. ഈ രോഗം ഒരു കുറ്റമല്ലല്ലോ. അത് ഒരു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പല രോഗങ്ങൾ, ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമുള്ള തളർച്ചയാണ് ഏറ്റവും വലിയ വീഴ്ചയായിട്ട്. അതുകൊണ്ട് ഈ സിനിമ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. അത്തരത്തിലുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് എങ്ങനെ അതിനെ നേരിടാൻ വേണ്ടി മനസ്സിന് ധൈര്യം കൊടുക്കാൻ കഴിയും. ആ മനസ്സിന് ധൈര്യം കൊടുത്ത് നമ്മൾ അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു ജീവിതത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും അത്തരത്തിലൊരു മാനസികമായിട്ട് ധൈര്യം കൊടുക്കാൻ ഈ സൊസൈറ്റിക്ക് മൊത്തം ആവശ്യമായിട്ടുള്ള സിനിമ എന്ന നിലയിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. തീർച്ചയായും ആ സിനിമ ഈ സമൂഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഈ സമൂഹത്തിലെ ഇത്തരത്തിൽ മാനസികമായിട്ട് തകർന്നു പോകുന്ന ആൾക്കാർക്ക് മാനസികമായിട്ട് ഒരു ധൈര്യം കൊടുക്കാൻ ഈ സിനിമ ഉപയോഗപ്പെടുമെന്നാണ് എൻ്റെ പരമായിട്ടുള്ള വിശ്വാസം. തീർച്ചയായിട്ടും ഈ സിനിമ ഈ സമൂഹത്തോട് സംസാരിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ വളരെ നല്ല ഒരു ഗുണം ചെയ്യും. അത്തരത്തിലുള്ള രോഗികൾക്ക് പ്രത്യേകിച്ചും ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരത്തിലുള്ള സിനിമകളുണ്ടാകും. ഇതിലെ കമേഴ്ഷ്യൽ വാല്യൂ ഒന്നും അല്ല പ്രശ്നം. ഇത് ഒരു സമൂഹത്തോട് ഒരു പ്രൊഡ്യൂസറുടെ പേര് ശോഭൻ നായർ എന്നാണ്. ഡയറക്ടർ ചെയ്തത് മിസ്റ്റർ ബൈജു ആണ്. ഈ സമൂഹത്തോട് അവർക്ക് ചെയ്യാനുള്ള ഒരു ദൗത്യം അത് നിറവേറ്റുന്നതാണ് ഈ സിനിമ കണ്ടിട്ട്, ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് അതിൻ്റെ കഥ കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സിനിമ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുഴുവൻ നിറവേറ്റാൻ ഈ സിനിമ കൊണ്ട് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അതിജീവിതത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് ലൈഫ് ഓഫ് എ മാൻഗ്രോ. ഇതിൻ്റെ ഇതിവൃത്തം എന്നുള്ളത് എങ്ങനെ ക്യാൻസർ രോഗത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് അതിജീവിതത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സിനിമ കാണുന്നത് വഴി ഒത്തിരിയേറെ വ്യക്തികൾക്ക് തങ്ങളുടെ ജീവിതങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും കൂടുതൽ മനോഹരമായ പ്രകാശപൂർണമായ ഒരു ജീവിതം നയിക്കാനും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ക്യാമ്പസ് ഈയൊരു സിനിമയുടെ ചിത്രീകരണത്തിനായി ദിവസങ്ങളോളം വിട്ടുകൊടുക്കാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റ് തയ്യാറായത്. ഒത്തിരിയേറെ വ്യക്തികൾക്ക് ഈ സിനിമ കാണുന്നത് വഴി ജീവിതത്തിൽ പുതിയൊരു പ്രകാശം ലഭിക്കുവാൻ, അതിജീവിതത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ഉണ്ടാകുവാൻ നല്ല ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഞാൻ ശോഭ നായർ, ഷൊർണൂരാണ് വീട്. ഈ ലൈഫ് ഓഫ് മാംഗ്രോ സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ഞങ്ങൾ 4 പേര് കൂടി നിർമ്മിച്ച പടമാണ്. ഉമ്മർ പട്ടാമ്പി, ഹംസ കൂറ്റനാട്, സതീഷ് പൈങ്കുളം. ഞങ്ങൾ 4 പേരും കൂടി വളരെ ആലോചിച്ച് തീരുമാനമെടുത്ത ഒരു പടമാണ് ലൈഫ് ഓഫ് മാംഗ്രോ. അത് പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് തന്നെ പറയാം. എൻ്റെ ഭർത്താവിൻ്റെ മരണം ലങ് ക്യാൻസറാൽ സംഭവിച്ചതായത് കാരണവും അദ്ദേഹം ഒരു കർഷകനായിരുന്നു. കർഷകശ്രീ അവാർഡ് മേടിച്ച രാമചന്ദ്രൻ MK എല്ലാവർക്കും പ്രിയപ്പെട്ടവനും കർഷകശ്രീ അവാർഡ് മേടിച്ച ഒരാളുമായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ വേദന, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നത് കണ്ട് ആ വേദന കണ്ട് ഞാൻ മനസ്സിൽ കുറിച്ചതാണ് ഈ ക്യാൻസർ കൊണ്ട് കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർക്ക് ഒരു വെളിച്ചമായിട്ട് മാറും ഈ സിനിമ. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചാണ് ഈ സിനിമയുടെ
ഉത്ഭവം ഇവിടുന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അമല ഹോസ്പിറ്റലിലെ അച്ഛന്മാർ, കന്യാസ്ത്രീമാർ, ഇതിലുള്ള സ്റ്റാഫുകൾ, PROs എല്ലാവരും വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ കൈത്താങ്ങ് തന്നിരിക്കുന്ന ഒരു സിനിമയാണ് ലൈഫ് ഓഫ് മാംഗ്രോവ്സ്. എല്ലാവരും ഇത് കാണണം, അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം. എൻ്റെ പേര് സതീഷ് പൈങ്കുളം. ഈ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറും കൂടിയാണ് ഞാൻ. ഈ പടം ക്യാൻസറിനെ അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഇത് ക്യാൻസർ അതിജീവനം മാത്രമല്ല, ഇതൊരു സന്ദേശം കൂടിയാണ് ഈ സിനിമ. ഈ സിനിമയിൽ ഞാൻ ഒരു പ്രധാന വേഷം ഞാൻ ചെയ്യുന്നുണ്ട്. ഈ കുട്ടിയുടെ, നമ്മുടെ നായിക കുട്ടിയുടെ അച്ഛനായിട്ടാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റി എന്ന് ചെറിയൊരു വിശ്വാസം ഉണ്ട്. പിന്നെ ഈ പടം എല്ലാവരും കാണണം, വിജയിപ്പിക്കണം.